ഭക്ഷണം കഴിച്ചു, 1 മണിക്കൂർ യാത്ര ചെയ്തു. പിന്നെ നമ്മളിപ്പം കോട്ടയെത്തി. പക്ഷെ കോട്ടന്റെ വെളിയിൽ ഇരുന്ന് ചായ കുടിക്കാനല്ലേ. തേജുകുട്ടി ഇതാ ഒരു കേക്ക് കഴിച്ചുകൊണ്ടിരിക്കണോ. തനുവിന് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. തനുക്കുട്ടി പിണക്കത്തിലാണ്. അവൾക്ക് സർബത്ത് വേണം പറഞ്ഞപ്പോൾ സർബത്ത് നമ്മൾ ഓർഡർ ചെയ്തു. എന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുക. തനു, നിനക്ക് എന്താ വേണ്ടത്? ഉള്ളിയാ, കണ്ണേരിയും തൊടല്ലേ. ഈ റോഡ് സൈഡിലുള്ള ഒരു കട, ജ്യൂസ് ടേസ്റ്റ് ചെയ്യാൻ തരണം. അവിടെ നിന്ന് നന്നായിട്ടുണ്ട്. ഈ സോഡയാ. അപ്പൊ നമ്മള് കോട്ടയം എത്തിക്കഴിഞ്ഞു. വാട്ടിക്ക എന്നാണ് ശിലാവാട്ടിക, അതാണ് എഴുതിയിരിക്കണേ. ഇത് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എടുക്കുകയാണ് ചേട്ടൻ. നടന്നോ തേച്ചു അങ്ങോട്ട് കൊണ്ടുപോ. എനിക്ക് മൂത്രം തേച്ചു. ഇതാണ് പാലക്കാട് കോട്ട. വെള്ളമുണ്ടോ? ആ, വെള്ളമുണ്ട്. ഇതില് തേജു ഇതിൽ നിറയെ ആമയുണ്ട്, മീനുണ്ട്. ഇതിൻ്റെ അകത്ത് തേജു, ഇതിൻ്റെ അകത്തൊരു ടെമ്പിൾ ഉണ്ട്. വൈകുന്നേരം വന്നാൽ അങ്ങോട്ട് പോവാം. വായിക്ക്. അവിടെയുള്ള ഊഞ്ഞാല് കണ്ട് അതിൽ കയറണം പറഞ്ഞിരുന്ന. പക്ഷെ അവിടെ 2 കുട്ടികളിരുന്ന ആടുണ്ട്. അപ്പൊ തേജുവും താനും ഇപ്പം ഇതിലാണ് ഇരിക്കണേ. സ്പീഡിലൊന്നും ആട്ടാൻ പറ്റില്ല, കുഞ്ഞല്ലേ അവള്. അങ്ങനെ ഇത്ര സ്പീഡ് മതി തേജു. അവള് വീഴും. എന്തിനാ അഹങ്കാരം മറിഞ്ഞു വീഴട്ടെ. നിനക്കല്ലേ സ്പീഡ് വേണ്ടത്. സ്പീഡ് കൂട്ടേട്ടാ. സാഹസമരുത്. തനുവിന് എല്ലാവിടെയും പേടിയാ. തനു, അതിലൊന്നും ഇരിക്കാൻ പറ്റില്ല പൊന്നു. അതിൽ തേജും കൂടി വേണം. പേടിക്കണ്ട. കോട്ടയ്ക്കകത്തൂടെ വന്നു കേട്ടോ. അപ്പോഴാണ് ഇവിടെ നിറയെ ആമയുണ്ട്. എവിടെ? ആ സൈഡ് അല്ലേ? അമ്പലത്തിൽ പോയി തൊഴിഞ്ഞും കൂടി വരാനോ. ഇവിടെ ആമയും മീനും, നിറയെ മീനും ഒക്കെ ഉണ്ട്. തേജു മാമാ, പോയി ഉള്ളില്. പക്ഷെ തേജുവിന് നല്ല വെള്ളദാഹം കൊണ്ട് ഞാൻ തിരിച്ചു പോവാണ് കേട്ടോ. എന്തായാലും കാറിൻ്റെ കീ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ പോയി അവന് വെള്ളം കൊടുക്കട്ടെ ആദ്യം.